Dear students, ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെക്സ്റ്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. നന്നായി കേട്ട് പഠിച്ചെടുക്കുക, അതുപോലെ തന്നെ അത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഗ്രൗണ്ട്. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഗ്രൗണ്ട് ഈസ് 160 മീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അപ്പോൾ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, സൈഡൊന്നും തന്നിട്ടില്ല. സ്ക്വയർ ഗ്രൗണ്ടാണ്, അപ്പോൾ 4 സൈഡും തുല്യമാണ്. അപ്പോൾ പെരിമീറ്റർ തന്നിട്ടുള്ളപ്പോൾ നമ്മൾ ആ പെരിമീറ്റർ വെച്ച് ഏരിയ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡാണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. 4 ഗുണം പക്ഷേ നമുക്ക് 160 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഒരു സൈഡ് കണ്ടുപിടിക്കണം. ഒരു സൈഡ് കാണാൻ 164 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 സൈഡ് ഈസ് 40 എന്ന് കിട്ടും. ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡ്, അതായത് വശം ഗുണം വശം. ഏരിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിസ്തീർണം എന്ന് പറയും, വശം ഗുണം വശം. അപ്പോൾ 40 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 1600 മീറ്റർ സ്ക്വയർ. രണ്ടളവ് വന്നിട്ടുള്ളത് കൊണ്ട് മീറ്റർ സ്ക്വയർ വരും, 1600. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ ടേബിൾ ഈസ് 2 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 1.5 മീറ്റർ. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇത് സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടേബിളാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇതിൽ നിന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ടേബിളാണ്. അപ്പോൾ ഈ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ദാറ്റ് ക്യാൻ വൂണ്ട് ദ ടേബിൾ വൺസ്. അപ്പോൾ ഈ ടേബിളിന് ചുറ്റും ഇങ്ങനെ പൊതിയുന്നതിന് വേണ്ടി എത്രമാത്രം വലിപ്പമുള്ള സ്ട്രിങ് വേണമെന്നാണ് ചോദ്യം. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ആണ്, അതായത് പരപ്പളവാണ്. മലയാളത്തിലെ പരപ്പളവാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ 2 ഇൻറ്റു L പ്ലസ് ബി. അപ്പം 2 ഇൻറ്റു 2 പ്ലസ് 1.5 ആണ് ഇവിടെ ബ്രെഡ്ത്ത്, ലെങ്ത് 2. അപ്പം രണ്ടുകൂടെ കൂട്ടുമ്പോൾ 3.5 കിട്ടും. അപ്പം 3.5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 7 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 7 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് ആണ്, ഒരു ടേപ്പാണ് ഇത് ചുറ്റും പൊതിയാൻ വേണ്ടത്. ഇനി പെരിമീറ്ററാണ് കണ്ടെത്തേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റെക്റ്റാങ്കുലർ പ്ലേ ഗ്രൗണ്ട്. റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് പ്ലേ ഗ്രൗണ്ട്. 20 മീറ്റർ ലോങ് ആൻഡ് 12 മീറ്റർ ബ്രോഡ്. വീതി കുറവും നീളം കൂടുതലുമാണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ? നേരിട്ട് പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു, അതായത് പരപ്പളവ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം പരപ്പളവ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ ലെങ്ത് 20, ബ്രെഡ്ത്ത് 12 ആണ്. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 32 കിട്ടും. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 64 മീറ്റർ എന്ന് കിട്ടും ഇതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ പരപ്പളവ്. ഇനി ദി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 144 മീറ്റർ. നമുക്ക് പെരിമീറ്ററാണ്, സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ് തന്നിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ ഏരിയ കാണണം. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്, സ്ക്വയറിൻ്റെതാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പരപ്പളവ് കാണാനുള്ള, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 4 ഇൻറ്റു സൈഡ്, 4 സൈഡ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 144 മീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 144 മീറ്റർ വെച്ച് നമുക്ക് ഒരു സൈഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 1 സൈഡ് ഈസ് ഈക്വൽ ടു 36 മീറ്റർ എന്ന് വരും. ഇനി ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡാണ്, വശം ഗുണം വശം. ഏരിയ മീൻസ് വിസ്തീർണം. നമ്മളോട് പരപ്പളവ് തന്നിട്ട് അല്ലെങ്കിൽ പെരിമീറ്റർ തന്നിട്ട് ഏരിയ കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് 36 ഇൻറ്റു 36, 1 സൈഡ് 36 ആണ്. 36 ഇൻറ്റു 36 ഈസ് ഈക്വൽ ടു 1296 സ്ക്വയർ മീറ്റർ എന്ന് വരും. അപ്പോൾ ഇത് വീണ്ടും ബുക്കിലേക്ക് ഓരോ പ്രാവശ്യം ചെയ്തെടുക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. 11, 12, 13, 14 എന്ന നമ്പറിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് പഠിക്കുക. അത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.